വന്ന് താമസം തുടങ്ങിയില്ല, അതിനു മുമ്പ് വില്ല കൊടുക്കുന്നുണ്ടോന്ന്. ഈ നെഗറ്റീവ് എനർജിക്കാരോട് സംസാരിച്ചാലേ ആ ദിവസം തന്നെ പോക്കാം. ഓരോ ആളുകൾ ഓരോ ടൈപ്പല്ലോ വിട്ടുകളെ. 10:30 ഫിക്സ് ചെയ്തിരിക്കുന്നത്. വിൽ ബി ദേർ ഇൻ ഹാഫ് ആൻ അവർ. ഓക്കെ. നമസ്കാരം. രണ്ടുപേരും നേരത്തെ ആണല്ലോ. ഈവനിങ് കാണാം. ഇതൊന്ന് നോക്കിയേ, ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറ. കൊറേ ഓർഡർ കിട്ടിയിട്ടുള്ളതാ. നൈസ്. അതിനവിടെ നോക്കിയാ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പൊന്നെ, അതൊക്കെ വൈകുന്നേരം കാണാം. MD വിളിച്ചോണ്ടേ ഇരിക്കുക. ബൈ. ബൈ. എത്ര മണിക്കാ പ്രസ് കോൺഫറൻസ്? ഹേയ് ബേക്കർ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്താ അത്? അന്നെ കാണിക്കാൻ കൊണ്ടുപോയതാ, ഡിസൈൻ ഫിക്സ് ചെയ്യാൻ. പക്ഷെ അവള് ബിസിയാ. ഏയ് ഇറ്റ്സ് നൈസ്. റിയലി? ഞാൻ സത്യം പറയുള്ളൂ, എന്റെ ചാനലും. നമുക്കേ കൈയോടൊരു സെൽഫി എടുത്ത് FB പോസ്റ്റ് ചെയ്യാം. ഓക്കെ. വല്ല മായം ചേർക്കുന്ന ബേക്കറിക്കാരുണ്ടെങ്കിൽ പറയണേ. എക്സ്ക്ലൂസീവിനാ, പ്രിയ മേടിക്കണ്ട. സെൽഫി ആണെങ്കിൽ ഞാനും കൂടെ ഉണ്ട്. വാ വാ. ആഹാരം ഇല്ലാതെ ജീവിക്കാം, പക്ഷെ സെൽഫി ഇല്ലാതെ പറ്റത്തില്ല. എന്താണ് സാർ? ആദ്യമായി ഹലോ എഫ്എമ്മിന്റെ ഒരു പ്രോഗ്രാം ടോപ്പ് റേറ്റിംഗിലെത്തി. അത് ടോട്ടൽ റേറ്റിംഗിൽ 2ാം സ്ഥാനം. ഒരു മിനിറ്റ് പ്ലീസ്. എന്ത് പറ്റി? ഞാൻ വരാം. നീ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം റേറ്റിംഗിൽ വന്നു. അടുത്ത മാസം മുതലെങ്കിലും സാലറി കൂട്ടി തരണം. വില്ലയൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ബാധ്യത മാത്രമേ ബാക്കിയുള്ളൂ. ഭാര്യമാരൊക്കെ അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ വലിയ പരിക്കില്ലാണ്ട് ജീവിച്ചു പോകുന്നു. EMI, വീട്ടു ചെലവെന്നൊക്കെ പറഞ്ഞ് 1000 പൈസയുടെ ആവശ്യമുണ്ട് സാർ. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സ് കിട്ടുന്നവരെ സാറിന് അറിഞ്ഞു. ഇനി സാലറി കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇട്ടിട്ട് പോകും. പോവല്ലേ? നിങ്ങൾ ഇവിടുന്ന് പോവല്ലേ? എടാ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ CEO നിങ്ങളാ. ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങണ്ട. ഇറങ്ങുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സാലറി കൂട്ടി തരണം. കൂട്ടാം കൂട്ടാം. മാസം 500 വെച്ച് കൂട്ടാം. 500 ഇപ്പൊ കണ്ടാലും. ഇയാള് ചുമ്മാ. ചേട്ടാ, ഒരു സഹായം വേണമായിരുന്നു. എന്താ മേഡം? ആ പ്ലാവിന്റെ കൊമ്പൊന്ന് മുറിക്കണം. അയ്യോ മേഡം, യൂത്ത് സെക്രട്ടറി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലിക്കും പോരുന്നു. പ്രൈവറ്റ് ആയിട്ട് വേണ്ട, പബ്ലിക്കായി ചെയ്തു. എന്നാ പിന്നെ സെക്രട്ടറി പോയിട്ട് നോക്കാം മേഡം. ഇയാള് നോക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി, അതെ, ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാനായിട്ടാ. വല്ല വെട്ടുകത്തിയോ കോടാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്. എന്താ കുഞ്ഞേ? ഈ കൊമ്പൊന്ന് വെട്ടണം. ഇത് പോയാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും. കുഞ്ഞിങ്ങോട്ട് മാറിയേ, ഇറങ്ങ. ഇപ്പൊ ശരിയാക്കി തരാം. കുഞ്ഞിങ്ങോട്ട് മാറിയേ. ഞാനിതൊക്കെ ചെയ്യുന്നോണ്ട് കുഞ്ഞ് 100 200 തരുമായിരിക്കും. പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചേച്ചി, ചേച്ചി സൂക്ഷിച്ചു കാരണേ. ഓ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ. കുഞ്ഞെ, ആ വെട്ടത്തി ഇങ്ങോട്ട് തന്നെ. ചേച്ചി പതുക്കെ പതുക്കെ. ഓ പിന്നെ അതെ, ഇപ്പൊ തോന്നുന്നു പഴയ വാടക വീട് തന്നെയായിരുന്നു നല്ലതെന്ന്. നമ്മളിപ്പോ അത്യാവശ്യം നല്ല സെറ്റപ്പിലൊക്കെ കഴിഞ്ഞപ്പോ പഴയ കഷ്ടപ്പാടാണോ നല്ലതെന്ന് പറയുന്നത്? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. പ്രിയ, ഇതൊക്കെ ലൈഫിൽ സാധാരണയാണ്. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്രസ് ആയി കഴിഞ്ഞാൽ നിനക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ശരി. നാളെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക.
എന്തായാലും ശോഭ ചേച്ചി വരില്ല. എനിക്ക് വെഡിങ് കേക്കിന്റെ ഓർഡർ ഉള്ളതാ. ഓക്കെ, എൻ്റെ നാളെ രാവിലത്തെ ജോഗിങ് ക്യാൻസൽ. ഞാൻ രാവിലെ എഴുന്നേക്കും, അടുക്കളയിൽ കയറും, ചായ ഇടും. എനിക്കറിയാവുന്ന എല്ലാ പണിയും ചെയ്യും. ബാക്കി നീ ചെയ്താൽ മതി. ഹാപ്പി? ഹാ, നല്ല ആൾക്കാരാട്ടോ നിങ്ങള്. എന്താ നമ്മള് വിളിക്കാൻ? എന്താ കാര്യം? മരത്തേന്ന് വീണ കാര്യം. ആ വീണല്ലേ, എന്താ പറ്റിയേ? ഓ ഇത്രേ ഉണ്ടായിരുന്നല്ലോ. സെക്യൂരിറ്റി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്തോ കാര്യമായിട്ടുണ്ടെന്ന്. സാരമില്ല. എടാ ഏതായാലും പ്ലാവ് മുറിച്ചേക്കാം. നമ്മുടെ സെക്രട്ടറി 2 ദിവസമുള്ള ആളെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏയ് അതിന്റെ കാര്യമൊന്നുമില്ല. ഈ ഭാഗത്തേക്കുള്ള കൊമ്പും ചിലയും മാത്രം വെട്ടിയാ മതി. ഏയ് അതാകെ അങ്ങ് വെട്ടാം. ചപ്പും ചവറും ചകിടി ഞങ്ങൾക്കും അതൊരു ശല്യ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നാളെ വൈകുന്നേരം നമ്മുടെ സമയമാണ്. നാളെ നമ്മളൊന്ന് കറങ്ങാൻ പോകുന്നു, പിന്നെ ഡിന്നർ. എവിടെ? താജിൽ. താജിലോ? നാളെ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഇവിടെ ബർത്ത്ഡേ ആണോ? അതിന് നിങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. മാധവോ? പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. പ്രണയം അനിർവചനീയമായ അനുഭൂതിയാണ്. അത് അനുഭവിക്കാത്തവരായി ആരാണുള്ളത്? ബിജുവിന്റെ അംഗം തുടങ്ങിയില്ലേ? ഊന്നിലാവൊഴുകുന്ന ഈ അനുരാഗയാമങ്ങളിൽ നമുക്ക് അതിന്റെ കരം പിടിച്ചു നടക്കാം. അപ്പൊ നമുക്ക് ഇറങ്ങട്ടെ. ശരിയപ്പോ ഓക്കെ ഗുഡ് നൈറ്റ്. എന്താ? എന്താ? ഇത് കണ്ടോ? നല്ല ചക്കയാണല്ലോ. വേസ്റ്റ് ആയി പോയല്ലേ? ഇനി ഇത് എങ്ങനെയൊന്നും വൃത്തിയാക്കാം? ഇത് ഞാൻ വൃത്തിയാക്കും. എന്താ? ഞാൻ വൃത്തിയാക്കും. കെട്ടിയോളുടെ കൂടുതൽ അടുക്കളപ്പണിയെ കഴിഞ്ഞാ? ഈവനിങ് പാർട്ടിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. അന്ന ഇത് കണ്ടോ? നീ തന്നെ വന്ന് വൃത്തിയാക്ക്. ഇങ്ങനെ വൃത്തി നോക്കിയേ മാധവ് കുറെ പെടും. പാവം പ്ലാവിന് അറിയില്ലല്ലോ പ്രിയയുടെ ഈ വൃത്തിയും മെനയും എന്തോ ഇനി പറയൂല. ഓസി. OCD. വെറുതെ തമാശ പറയല്ലേ. എന്താ ഇവിടെ ഒരു വഴക്ക്? എന്താ വഴക്ക്? ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വീണ കാര്യം പറഞ്ഞതാ. എന്നതാ അച്ചായ? ഓ ഈ ചക്കയെ ചൊല്ലി ഒരു ഈശാഘോഷം. നീ പോയിക്കോ. ഈശാ പോശയോ? അതെ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസോസിയേഷനിൽ പറയണ സെക്രട്ടറിയോട്. ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ ഒരു ആറ്റം ബോംബ് ഇട്ടാലോ എന്ന് ആലോചിക്കുക. ചേട്ടൻ കൂടുന്നുണ്ടോ? ഈ ബോംബിന്റെ അത്രയൊന്നും വരത്തില്ലല്ലോ അല്ലേ? ആഹാ, ഇതിപ്പോ പറഞ്ഞു വിലക്കാൻ വന്നവനായോ കുറ്റം? നിങ്ങൾ പോ. ആ വീട്ടിൽ കുറെ നാളെ വഴക്കൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. അങ്ങോട്ട് വരില്ലേ? ഓ ഞാൻ നോക്കിക്കോളാം. ഇതൊരു മനുഷ്യനല്ലേ? വേറെ പണിയുണ്ട്. ഹലോ, ആ ഐഡി ഫിക്സ് വിലാസെന്നാ. ആ രാജീവ് പറഞ്ഞിരുന്നില്ല പ്ലാവ് മുറിക്കുന്നതിനെ പറ്റി. ആ പെട്ടെന്ന് വേണമായിരുന്നു. ആ ഓക്കെ. ഇവിടെ മരുന്ന പ്ലാവ് മുറിക്കാൻ ആൾ വരും. മതി. അതിനു മുമ്പ് ഞാൻ ഈ കൊമ്പം ക്ലിയർ ചെയ്തേക്കാം. ഏയ് അത് ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചാൽ മതി. നീ വേഗം പോട്ട് റെഡിയാ, രാവിലെ മീറ്റിങ്ങുകളല്ലേ. ഓഹോ, അതിനു മുമ്പ് ഒന്ന് വൃത്തിയാക്കിയേക്കാം. ഏയ് അല്ല ജെറി ഞാൻ എടുക്കാം. ഇല്ല ജെറി, ഞാൻ വൃത്തിയാക്കോളാം. അല്ല, ഇത് പ്രശ്നമില്ല. ഞാൻ ഇല്ല കുഴപ്പമില്ല, ഞാൻ വൃത്തിയാക്കോളന്നേ. ഞാൻ പിന്നെ മനസ്സിലുള്ളത് പറയും, അറിയാലോ, കാര്യാക്കണ്ട. ഒരാൾ തോറ്റു കൊടുക്കുന്നതാണ് നല്ലത്. ഇയാളെ കൊണ്ട് കഷ്ടം.